കുഴപ്പമില്ലാതെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ മനുഷ്യനാ. ഇനി വഴിക്ക് വല്ലതും കണ്ട് പേടിച്ചു കാണുമോ? വല്ലതും പറഞ്ഞോ? ഇല്ല, ഒരക്ഷരം വേണ്ടിട്ടില്ല. വന്ന ഉടനെ കിടന്ന് കിടപ്പാ. ഇനി പഴയ കടത്തിന്റെ പേരിൽ കൊട്ടാരത്തിലെങ്ങാനും കെട്ടിയിട്ട് തല്ലി കാണുമോ അപ്പോയെ? വേദന ഒട്ടും സഹിക്കാത്ത ആളാ. എന്താ അമ്മ ഇത് ഇങ്ങനെ കരഞ്ഞ കുട്ടികളെ കൂടി പേടിപ്പിക്കും? പേടിക്കാനൊന്നുമില്ല, ചെറിയൊരു പനി അത്രേ ഉള്ളൂ. പിന്നെ മായ നകത്തുമല്ലോ കാണണമെന്ന് പറഞ്ഞു. അപ്പോയി പിന്നെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. അച്ഛാ, മോളെ, അച്ഛന്റെ പൊന്നുമോളെ, അച്ഛന്റെ മഹാഭാഗ്യ മോളെ, നീ മഹാഭാഗ്യ. എന്റെ ശ്രീപത്മനാഭ ഭഗവാനെ. ഒന്നുമില്ല മോള് വിഷമിക്കാതെ, അച്ഛനൊന്നുമില്ല. ഇനി ഭ്രാന്തിന്റെ വല്ല തുടക്കവും. ഞാനൊരു മരുന്ന് തരാം, അതങ്ങ് അകത്ത് ചെന്നാൽ ഇതൊക്കെ പിടിച്ചിരുത്തി നടക്കും. വരിക വരിക. മോള് പോയി കിടന്നോ, നാളെ വെളുപ്പിന് എണീക്കണം. എന്താ? കൊട്ടാരത്തിൽ പോണ്ടേ? കൊട്ടാരത്തിലോ? എന്തിന്? അത് എന്താ? ഒന്നുമില്ല. ഓ, ആ കൊട്ടാരവും രാജാവിനെയും വെല്ലിയമ്പ്രാട്ടിക്കൊന്ന് കാണേണ്ട തന്നെ. അയ്യോ, എനിക്ക് കാണണ്ട. എന്തേ? അച്ഛൻ കണ്ടിട്ട് വന്നിട്ടല്ലേ ഈ കിടപ്പ് കിടക്കണത്? ഇത് അതൊന്നും അല്ല. മോൾക്ക് കാണുക പറ, അച്ഛൻ കൊണ്ടുപോവാ. പിന്നെ വേറെ ആരും ഇത് അറിയണ്ട. അച്ഛന്റെ കൂടെ അച്ഛന്റെ പൊന്നുമോള് മാത്രം വന്നാ മതി. വരൂ വരൂ, ഇവിടെ വിശ്രമിക്കാം. എന്താ അങ്ങനെ മിഴിച്ചു നിക്കണേ? എന്തായി കാണണേ? ആദ്യം വന്നപ്പോ ഞാനും ഇങ്ങനെ നിന്നുപോയി. ദ്വാരക ചെന്ന കുചേലന്റെ അനുഭവമായിരുന്നു എനിക്ക്. എങ്കിൽ ഒരു അവൽപ്പൊതിയുടെ കരുതായിരുന്നില്ലേ? ഏതാ ഈ കുചേലൻ? പരമേശ്വരൻ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇയാളോട് പറഞ്ഞാൽ മതി. അതെ, എന്തു ചോദിച്ചാലും തരാൻ സാക്ഷാൽ പരമേശ്വരന് മാത്രമല്ലേ കഴിയൂ. വലിയ ഫലിതപ്രിയനാണെന്ന് തോന്നുന്നു. അയ്യോ, അച്ഛൻ അറിയില്ലേ ഈ ഫലിത ബന്ധുക്കൾ കണ്ടുപിടിച്ചതേ ഇദ്ദേഹം. കണ്ടോ നിങ്ങള്? കുട്ടിയെ കണ്ടോ? ഏയ്, കാണാൻ പറ്റിയില്ല. പരമേശ്വരൻ വരുന്നുണ്ട്, ചോദിക്കാം. പരമോന എങ്ങനെയുണ്ട്? നല്ല സുഖമുണ്ട്, ഒന്നുകൂടി അമർത്തിക്കോളൂ. ആ കുട്ടി എങ്ങനെയുണ്ടെന്നാ ചോദിച്ചത്. ഏയ് പോരാ, ആ സാധനത്തെയാണോ രാജകുമാരിയാക്കാൻ പോണത്? അതിനെ തിരുമനസ് ഇപ്പൊ തന്നെ ഇവിടെ ഓടിക്കും. ഒന്ന് മാറിക്കേ മാറിക്കേ, ഒന്ന് മാറിക്കേ. വന്നോളൂ. വാ മോളെ. മായമോൾ ഇങ്ങോട്ട് വരൂ. ഹായ്, എന്റെ പേരറിയോ? മഹാരാജാവിന് അറിയാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ മോളെ? മോള് ചെല്ലേ. മായക്ക് എന്നെ മനസ്സിലായോ? ഉവ്വ്. എങ്കിൽ പറയൂ, ഞാൻ ആരാ? മഹാരാജാവ് ഉദയവർമ്മ തിരുമനസ്. ഈ കൊട്ടാരത്തെ കുറിച്ച് മായ കേട്ടിട്ടുണ്ടോ? ഉവ്വ്. 1897 ശ്രീ അത്തം തിരുനാൾ തിരുമനസ് പണികഴിപ്പിച്ചതാണ് ഉദയപുരം കൊട്ടാരം. ഉദയപുരത്തെ രാജാക്കന്മാർ കീർത്തി കേട്ടവരും പരാക്രമശാലികളുമാണ്. ഡച്ചുകാരെയും ഇംഗ്ലീഷുകാരെയും യുദ്ധത്തിൽ തോൽപ്പിച്ചിട്ടുണ്ട്. അവരിൽ നിന്നും പിടിച്ചെടുത്ത അമൂല്യ വസ്തുക്കളും ആയുധങ്ങളും ഇപ്പോഴും കൊട്ടാരത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. രാജരക്തമല്ലേ, ഇതൊക്കെ അറിഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഇതൊക്കെ ഞാൻ സോഷ്യൽ സ്റ്റഡീസിൽ പഠിച്ചതാ. വലിയ തമ്പ്രാട്ടിയാ. മായക്ക് ഞങ്ങളെയൊക്കെ ഇഷ്ടായോ? വല്യമ്പുരാട്ടെ കണ്ട ആർക്കാ ഇഷ്ടാവാത്തത്? തമ്പുരാട്ടെ കാണാൻ ഞാനൊരിക്കൽ വന്നിട്ടുണ്ട്. എപ്പോ? ക്ഷേത്ര ദർശനത്തിന് വന്നപ്പോ. പക്ഷെ കാണാൻ കഴിഞ്ഞില്ല, അവിടെയുള്ളവര് ഞങ്ങളെയൊക്കെ ഓടിച്ചു. ഇനി മായി എന്റെ അടുത്ത് ആരും ഓടിക്കില്ല. എനിക്കിത് വിശ്വസിക്കാൻ കഴിയണില്ല. എനിക്കും അതെ, ആദ്യം കേട്ടപ്പോ വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. കൊട്ടാരത്തിലേക്ക് മഹാരാജാവ് എല്ലാവരും ക്ഷണിച്ചു എന്ന് പറഞ്ഞപ്പോ അച്ഛൻ തമാശ പറയാന്നാ ഞാൻ കരുതിയത്. നീ രാജാവിനെ രാജ്ഞിയൊക്കെ ശരിക്കും കണ്ടോ? കണ്ടു എന്ന് മാത്രമല്ല, ഒരുപാട് സംസാരിക്കുകയും ചെയ്തു. അവര് നമ്മളെയൊക്കെ പോലെ തന്നെയാ. എന്തൊരു സ്നേഹ, എന്നെ വലിയ ഇഷ്ടായി. എങ്കിൽ നമുക്ക് നമ്മുടെ കല്യാണത്തിന് അവരെ ക്ഷണിക്കാം. ഒരു രാജാവ് രാജ്ഞിയൊക്കെ കല്യാണത്തിന് വരുന്നത് നമുക്കൊരു ഗമയല്ലേ? കല്യാണായതുകൊണ്ടാവും അച്ഛൻ കൊട്ടാരത്തിൽ നിന്ന് മാറാണ്ട് നിക്കണത്. എന്നെ കൊണ്ടാക്കിയിട്ട് വീണ്ടും പോയിരിക്കുക.
എന്തെങ്കിലും കിട്ടുന്ന കരുതിയിട്ടായിരിക്കും. പാവം. കല്യാണം എന്നൊക്കെ പറയണമെന്നല്ലാണ്ട് അച്ഛന്റെ കയ്യിൽ ഒന്നുമില്ല. നമ്മുടെ കല്യാണത്തിനുള്ള കാശൊക്കെ എന്റെ ഉണ്ട്. നിനക്ക് ഇത്തിരി പൊന്നുടുപ്പും വാങ്ങാനും നാട്ടുകാർക്ക് ഒരു നേരത്തെ ശാപ്പാട് കൊടുക്കാനുള്ള വകയൊക്കെ ഞാൻ സംഘടിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതിനൊന്നും ഓടണ്ട, നിന്റെ അച്ഛനടുത്ത് പറഞ്ഞേക്ക്. ഈ കടങ്ങളൊക്കെ അപ്പുവേട്ടനോട് എങ്ങനെയാ വീട്ടേണ്ടതെന്ന് എനിക്കറിയില്ല. ഈ കടം എന്നൊക്കെ പറയുമ്പോഴേ എനിക്ക് ദേഷ്യം വരുന്നത്. ഞാൻ എന്തെങ്കിലും ചെലവാക്കുന്നുണ്ടെങ്കിൽ നിനക്ക് വേണ്ടിയിട്ടല്ലേ? നീ എന്റെ അല്ലേ, പിന്നെ എങ്ങനെയാ അത് കടാവുന്നത്? ഈ ജീവിതത്തിൽ ഞാൻ ഒന്നേ ആശിച്ചിട്ടുള്ളൂ, അത് നീയാ. അതിനുവേണ്ടി എന്ത് നഷ്ടപ്പെടാനും ഞാൻ തയ്യാറാ. എന്തും.